നിങ്ങളിപ്പോൾ എവറി ഡേ മോർണിംഗ് സെഷൻസ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്ത് ചേഞ്ചസ് ആണ് വന്നേക്കുന്നത് എന്നുള്ളത് നിങ്ങൾ പറയാമോ? യെസ്. മാം, എനിക്ക് നല്ലപോലെ ചേഞ്ച് വന്നിട്ടുണ്ട്. നല്ലപോലെ മനസ്സിന് തന്നെയാണ് മാറ്റങ്ങൾ വന്നിരിക്കുന്നത്. പിന്നെ അതേപോലെ ഒരു പോസിറ്റീവ് എനർജി അന്നത്തെ ദിവസം മുഴുവനും കിട്ടുന്നുണ്ട്. അതേപോലെ മാം പറഞ്ഞ എക്സസൈസ് ചെയ്യണതിന്റെ വ്യത്യാസങ്ങൾ വന്നു. പിന്നെ നമ്മളുടെ പ്രവൃത്തി കാര്യങ്ങള് പിന്നെ കുറച്ച് പോസിറ്റീവായ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതേമാതിരി ഗോള് സെറ്റ് ചെയ്തപ്പോ ഇപ്പൊ ഈ പറഞ്ഞ മാതിരി 1 മാസത്തിന്റെ ഉള്ളിൽ ഒരു ഗോള് സെറ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ അതേമാതിരി ഭക്ഷണത്തിന്റെ കൺട്രോള് അതൊക്കെ ഇപ്പൊ തുടങ്ങി വെച്ചിട്ടുണ്ട്. അങ്ങനെ മാം ഇന്ന് പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ചൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോന്നും മറ്റത് എല്ലാത്തിനും മടിയിരുന്ന മാമിനോട് പറഞ്ഞിരുന്നു. എനിക്ക് ഗ്രൂപ്പ് കയറാൻ ഭയങ്കര വിഷമമുള്ള ഒരാളായിരുന്നു സംസാരിക്കാൻ. അതിന് മാറ്റം വന്നു. കാരണം അവിടെയൊക്കെ എനിക്ക് ഒരു അറിവ് കുറവാണ് എന്നുള്ള ഫീലിംഗ് തന്നെയായിരുന്നു. പക്ഷെ ഇപ്പൊ അത് മാറി. പിന്നെ അതേപോലെ നോ പറയാൻ പഠിച്ചു. നല്ല കാര്യങ്ങള് അത് ഓരോ കാര്യങ്ങൾ മാം പറയുന്നത് എനിക്ക് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഗ്രേറ്റ്. അത് ദിവസം രാവിലെ നമ്മളത് ആ കറക്റ്റ് ടൈമിന് ഇരിക്കുമ്പോൾ അത് കൂടുതൽ എനർജി കിട്ടുന്നുണ്ട്. എന്നും ആ ഒരു മോർണിംഗ് സെഷൻ കഴിഞ്ഞിട്ട് പോകുമ്പോൾ എന്താ ഫീൽ ചെയ്യുന്നത്? കാര്യം അന്നത്തെ ഓഫീസിൽ പോകുമ്പോഴത്തേക്ക് എന്താണ് തോന്നുന്നത്? അപ്പൊ നമ്മള് കാരണം ഒരുപാട് നല്ല കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിയും. ഇന്ന് എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങണേ. അപ്പൊ അതോടുകൂടി നമുക്ക് അന്നത്തെ കാര്യങ്ങൾക്ക് വേഗം വേഗം ചിട്ട വരുത്തുകയാണ് ആ ഒരു കാര്യങ്ങൾക്ക്. അതൊരു മാറ്റം പിന്നീട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നേക്കാൾ ഉപരി എന്റെ ചുറ്റുമുള്ളവരാണ് അത് കൂടുതൽ പറയണേ. കാരണം എനിക്ക് ഇന്നലെ ഒരു ടീച്ചർ വന്നിട്ട് പറയുണ്ടായി, അവരുടെ ഹസ്ബൻഡ് മാഷാണേ. മാഷ് പറയുണ്ടായിരുന്നു അത്രേ, ആ കുട്ടി ഒരുപാട് മാറി, വളരെ ഒതുങ്ങി അങ്ങനെ ഇരിക്കുന്ന കുട്ടിയായിരുന്നു, ഇപ്പൊ അതാ വീഡിയോയിൽ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ആയിരുന്നു ഞാൻ. എല്ലാ കാര്യങ്ങളും ചെയ്യും, പക്ഷെ പുറത്തേക്ക് ഇറങ്ങാൻ മടി, അങ്ങനെയായിരുന്നു. അപ്പൊ അതിനൊക്കെ മാറ്റങ്ങൾ തന്നെയാണ്, ഒരുപാട് മാറ്റങ്ങൾ. താങ്ക് യു മാം. താങ്ക് യു അത് സോ മച്ച്. ഭയങ്കര സന്തോഷം എനിക്കുണ്ട്. ഇപ്പൊ ഇന്നും ആ ക്ലാസ് ഇങ്ങനെ മുഴുവനും ഓരോന്നും കേൾക്കുമ്പോൾ നമുക്കത് ചെയ്യണം, ഇന്നത് ചെയ്യണം. ചിലത് ഞാൻ തുടങ്ങി വെച്ചിട്ടുണ്ട്. അതേമാതിരി സേവിങ് പറയുന്ന കാര്യം ഞാൻ ചെയ്യാറില്ല. ഇത്രയും വർഷം ഒരുപാട് നമ്മള് സമ്പാദിച്ചിട്ടുമുണ്ട്, ചെലവാക്കിയിട്ടുമുണ്ട്. എനിക്ക് വേണ്ടിയിട്ട് പറഞ്ഞിട്ടൊരു സമയോ സാമ്പത്തികമോ ഞാൻ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതൊക്കെ ഇപ്പൊ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ മാമിന്റെ ക്ലാസ്സിൽ വന്നതിന് ശേഷം കിട്ടിയൊരു തന്നെയാണ്. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. യെസ്. മൈൻഡ് സെറ്റ്, ബിസിനസ് റിലേറ്റഡ് ആയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പോസിറ്റീവായ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഞങ്ങൾക്കുണ്ട്. ആ ഫാമിലിയിലേക്ക് നിങ്ങളും വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇന്ന് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ ചാനൽ ഷെയർ ചെയ്യുക.